ഒരു മിനിറ്റ്, ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അതായത് വേറെ ഒന്നുമല്ല, ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ നോക്കുമ്പോഴേ ഒരു പെൺകുട്ടി പറയുകയാണ്, പ്ലീസ് നീ കേസ് നൽകരുത്, ഞാൻ ഗർഭിണിയാണ്, ഇത് പുറത്തറിയും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടികൾ തമ്മിലുള്ള ഒരു ഫൈറ്റാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ആരാണ് ഗർഭിണിയാക്കിയത് എന്നൊക്കെ നമ്മളിങ്ങനെ നോക്കിയപ്പോഴേ ഈ 3 പെൺകുട്ടികൾ ഒരാണിനെ കൂടെ താമസിപ്പിച്ചിരിക്കുകയാണ്. ഏതോ ഫ്ലാറ്റിലാണ്, ഏതോ വലിയ വീട്ടിലെ പെൺപിള്ളേർ തന്നെയാണ്, തിന്നിട്ട് എല്ലിൻ്റെ ഉള്ളിൽ കുത്തിപ്പോയതാണ്. അപ്പോൾ അവർ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരസ്പരം മയക്കുമരുന്ന് അടിക്കുന്നതും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മയക്കുമരുന്ന് കൊണ്ടു കൊടുക്കുന്നത് ഈ പയ്യനാണ്, മറ്റേ ആ ഒരു കുട്ടിയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് അവർ പറയുന്നത്. അപ്പോഴെന്ന് പറഞ്ഞാൽ ഇത് പണക്കാർ മാത്രം ഉള്ള ഒരു സംഭവമാണോ എന്ന് ചോദിച്ചാൽ അത് മാത്രമല്ല. പക്ഷെ പണക്കാരുടെ കൂടെ നമ്മുടെ മക്കൾ ഈ പണം ഇല്ലാത്തവൻ്റെ മക്കളും കൂടി ഇതുപോലെ ചേർന്നിട്ട് കെണിയിൽ പെട്ടു പോകുന്നുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് പണ്ടേ കൊച്ചിയല്ല മക്കളെ. ഇപ്പോൾ കൊച്ചിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാമാത്തിപുരയില്ലേ, അതായത് ബോംബെയിലുള്ള ഈ കാമാത്തിപുര തോറ്റുപോകും. അമ്മാതിരി എന്താ പറയുക കൂതറകളാണ് മുഴുവൻ കൊച്ചിയിലിപ്പോൾ. പെരുമ്പാവൂർ കുറച്ച് നാൾ മുന്നേ പോയപ്പോൾ 8 മണി കഴിഞ്ഞപ്പോൾ പെരുമ്പാവൂർ നിൽക്കാൻ കഴിയുന്നില്ല. അതായത് അത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃത്തികെട്ട ഒരു സ്ഥലമായിട്ട് മാറിയിരിക്കുകയാണ് പെരുമ്പാവൂർ പോലെയുള്ള സ്ഥലം. അപ്പോൾ കൊച്ചി എങ്ങനെയായിരിക്കും? കൊച്ചി അതുപോലെ തന്നെയാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴെന്താണ് ഇവരൊക്കെ ഇങ്ങനെ വൃത്തികേടുകൾ പറയാൻ തുടങ്ങിയത് എന്നുള്ളതാണ്. പച്ചക്കാണ് പറയുന്നത്, നീ കേസ് കൊടുക്കരുത്, നീ കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഗർഭിണിയാണടാ, എല്ലാവരും അറിയുവടാ, എന്തെങ്കിലും ചെയ്തിട്ട് കേസ് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ഈ പെൺകുട്ടി മറ്റൊരു പെൺകുട്ടിയെ ഫോൺ ചെയ്ത് പറയുന്നു. ആ പെൺകുട്ടിയാണെങ്കിൽ ഈ വോയിസ് മുഴുവൻ എന്ന് പറഞ്ഞാൽ റെക്കോർഡ് ചെയ്തിട്ട് അങ്ങ് പുറത്ത് വിടുകയും ചെയ്തു. പുറത്ത് വിട്ടപ്പോൾ ഈ വിളിച്ചു പറഞ്ഞ പെൺകുട്ടി പറഞ്ഞു, ഞാൻ ബ്രൗൺ ഷുഗർ അടിക്കലുണ്ട്, എനിക്ക് ഇതൊക്കെ കൊണ്ടു തരുന്നത് മറ്റേ പെൺകുട്ടിയാണെന്ന് പറഞ്ഞു. അങ്ങനെ പരസ്പരം കൊടുക്കാൻ നോക്കുന്ന ചങ്കുകളായ പെൺകുട്ടികൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇതിറ്റങ്ങളൊക്കെ ഉമ്മയും ഉപ്പയും അല്ലെങ്കിൽ അച്ഛനും അമ്മയും അപ്പനും അമ്മയും ആരാണെന്ന് എനിക്കറിയില്ല, ഞാൻ പേരൊന്നും പറയുന്നില്ല, ഇന്ന ജാതിയാണ് ഇന്ന മതമാണെന്നൊന്നും പറയുന്നില്ല. ഇവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയൊക്കെ മടല് വെട്ടിയടിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അമ്മാതിരി കൂതറകളാണ് ഇവരുടെയൊക്കെ അച്ഛനും അമ്മമാരെന്നേ പറയാനുള്ളൂ. ഇതുപോലെ കയറൂരി വിട്ടിരിക്കുമല്ലേ. അതായത് 18 വയസ്സ് കഴിഞ്ഞു എന്നുള്ള അഹങ്കാരം, പിന്നെന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ പണമുണ്ട് എന്നുള്ള അഹങ്കാരം, ഇതൊക്കെ കൊണ്ട് പഠിക്കാൻ വിടുമ്പോൾ തന്നെ ഹോസ്റ്റലിൽ നല്ല ഭക്ഷണം കിട്ടുന്നില്ല, ഇല്ലെങ്കിൽ ഹോസ്റ്റലിൽ ശരിയല്ല എന്ന് പറഞ്ഞിട്ട് മക്കളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊരു കാര്യം ചെയ്യൂ മക്കളെ, 3 കൂട്ടുകാരെയും കൂട്ടിയിട്ട് വെളിയിൽ എവിടെയെങ്കിലും ഒരു ഫ്ലാറ്റ് എടുത്ത് താമസിച്ചോ, അവിടെ ഇനി ഒരു വേലക്കാരിനെ നമുക്ക് വെച്ചാൽ മതിയല്ലോ. ആ വേലക്കാരി നിങ്ങൾക്കാണെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കി തരും, ഇല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഉണ്ടാക്കി കഴിക്കാലോ. അങ്ങനെ എൻ്റെ മക്കൾക്ക് വായിക്ക് രുചിയായിട്ട് വല്ലതും കഴിക്കാലോ. അച്ഛനമ്മമാർ ഇതാണ് കരുതുന്നത്. പക്ഷെ മക്കൾ എന്താണ് കരുതുന്നത്? ഈ 3 പേരുടെ കൂട്ടത്തിൽ ഏതെങ്കിലും കാണാൻ കൊള്ളാവുന്ന ഒരു ചുള്ളനെയും കൂടിയിട്ട് ഇവരങ്ങ് ചേർക്കും. ആ ചുള്ളൻ എന്ത് ചെയ്യും? ഇത് എൻ്റെ കാമുകനാണ്, ഇല്ലെങ്കിൽ ഇത് എൻ്റെ കാമുകയാണ് എന്നുള്ള തരത്തിൽ ഈ 3 പേരെയും ഉപയോഗിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അത് തന്നെയാണ് നടന്നിരിക്കുന്നത്. നമ്മൾക്കെല്ലാവർക്കും ഒരു വിചാരമുണ്ട്, അതായത് നമ്മൾ അനുഭവിക്കാത്ത കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സത്യമല്ല എന്നുള്ളൊരു തോന്നിച്ച നമുക്കുണ്ട്. ഇതൊക്കെ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ മാത്രമേ നമ്മൾ വിചാരിക്കൂ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടോ, സമൂഹത്തിൽ നടക്കുന്നുണ്ടോ. ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നമ്മളെല്ലാവരെയും അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കേണ്ട. കാരണം എന്താ വെച്ചാൽ സമൂഹം അങ്ങനെയാണ്. സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴെന്ന് പറഞ്ഞാൽ നശിക്കാനായിട്ട് ഒരു കൂട്ടരങ്ങ് ഇറങ്ങിയിരിക്കുകയാണ്. അവർക്കാണെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആൺ സുഹൃത്തുക്കൾ വേറെ, അതുപോലെ തന്നെ പെൺ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞ് വേറെ, ഇങ്ങനെയുള്ള കുറേ, അതായത് ഈ അച്ഛനമ്മമാർ തന്നെയാണ് പറയുന്നത്. എന്താണെന്ന് പറഞ്ഞാൽ ഇതിനിടയ്ക്ക് ഒരു അച്ഛനെയും അമ്മേനെയും ഞാൻ പരിചയപ്പെട്ടപ്പോൾ അവർ പറയുകയാണ്, ഇന്നത്തെ കുട്ടികളെ വളർത്താൻ വലിയ പാടാണ്. കാരണം അവർക്കൊക്കെ എത്രയാണ് സുഹൃത്തുക്കൾ, എത്രയാണ് പെൺ സുഹൃത്തുക്കൾ എന്ന് ഈ അച്ഛൻ പറയുമ്പോൾ ഞാൻ അയാളോട് ചോദിച്ചു, അപ്പോൾ ഇതിലൊക്കെ നിങ്ങൾ അംഗീകരിച്ചു കൊടുക്കുന്നുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറയുകയാണ്, അല്ല അംഗീകരിക്കാതിരിക്കാൻ വഴിയില്ല. ഇപ്പോൾ എല്ലാ പിള്ളേർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4-5 ആൺ സുഹൃത്തുക്കളാണ്. അതായത് എൻ്റെ മകൾക്ക് തന്നെ 4 ആൺ സുഹൃത്തുക്കളുണ്ട് എന്നൊക്കെ അഭിമാനത്തോടുകൂടി പറയുകയാണ്. പക്ഷേ ഇതിൽ എത്രവൻ നല്ലതുണ്ടാകും, ഇതിൽ എത്രവൻ കെട്ടവനുണ്ടാകും എന്ന് ഇയാൾക്കറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അതായത് പണ്ട് കാലത്തെ പോലെയല്ല ഇപ്പോഴും എന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗം മാതാപിതാക്കൾ പലതും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന കുട്ടികളുടെ തലയിൽ വെച്ച് കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതുപോലെ ഗർഭിണിയാകുന്നതും ഇത് പിന്നീട് എന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളിലും പ്രസവിച്ചിട്ട് വലിച്ചെറിയുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പരിണിത ഫലം തന്നെയാണ്. ഇതൊക്കെ കൊടുക്കുന്നതാരാണ്? നമ്മുടെ ഇപ്പോഴത്തെ തലമുറയിൽ ഈ അച്ഛനമ്മമാരാണ്. അതായത് കുട്ടികളൊക്കെ ഇത് വേണം, ഇതില്ലെങ്കിൽ എന്തോ ഒരു അരോചകത്വം പോലെയാണ്. കാരണം ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആൺ സുഹൃത്തുക്കൾക്കൊന്നും കുട്ടികൾക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തോ ഒരു അരോചകത്വം പോലെയാണ്. പക്ഷേ നിങ്ങളൊരു കാര്യം ആലോചിച്ചോ, ഇന്നത്തെ സമൂഹത്തിൽ എന്ന് പറഞ്ഞാൽ മയക്കുമരുന്നുകളും അതുപോലെ ഡ്രിങ്ക്സുകളും, അതായത് ഈ ബീവറേജിൻ്റെ മുന്നിൽ പരസ്യമായിട്ട് ക്യൂ നിൽക്കുന്ന പിള്ളമാരുണ്ട്.
അതുപോലെ തന്നെ സ്കൂള് കട്ട് ചെയ്തതിന് ശേഷം എന്ന് പറഞ്ഞാൽ ബീച്ചിലും പാർക്കിലും പോയിട്ട് വെള്ളം അടിക്കുന്ന ഇഷ്ടംപോലെ കുട്ടികളുണ്ട്. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെന്താ പറയേണ്ടത് 18 വയസ്സ് കഴിഞ്ഞാൽ തന്നെ ഇത് ഒളിച്ചിട്ടും പാത്തിട്ടും പോയിട്ട് വാങ്ങിക്കുന്നതെന്ന്. ഇന്ന് അതൊന്നും വേണ്ട. ഇന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ ആയിട്ടാണ്. ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പോളാന്ന് പറയും. ഇനി ഇപ്പോഴും ഏതെങ്കിലും ഒരു പെൺകുട്ടീൻ്റെ വീട്ടിൽ പോയിട്ട് നിങ്ങളുടെ മോള് ഒരുത്തൻ്റെ കൂടി ഇങ്ങനെ കറങ്ങി നടക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ എടുത്ത് പൊങ്കാലിയിടും. അതായത് പണ്ടത്തെ കാലമൊന്നും അല്ലടോ, ഇത് 21-ാം നൂറ്റാണ്ടാണ്, നിനക്കറിയാതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് ഈ അച്ഛനമ്മമാർ എന്ത് ചെയ്യും, ഈ പറഞ്ഞവനെ എടുത്ത് പൊങ്കാലിയിടുവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്കതാണ്, അവരുടെ മക്കൾക്ക് ഇതൊന്നും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു നാണക്കേട് പോലെയാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികൾ താമസിക്കുന്ന ഒരു ഹോസ്റ്റലിൽ ഇല്ലെങ്കിൽ അവർ തനിയെ താമസിക്കുന്ന ഒരു സ്ഥലത്തെ ഒരു വിവരമാണ് ഇപ്പോഴും വന്നിരിക്കുന്നത്. ആ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രമുഖ യൂട്യൂബറുടെ ആദ്യകാല കാമുകിയാണ് ഈ പെൺകുട്ടി എന്ന് പറയുന്നുണ്ട്. പക്ഷേ ആ യൂട്യൂബറുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. കാരണം എന്താ വെച്ചാൽ അവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ബ്രേക്കപ്പ് ആയിട്ട് 5-8 മാസം കഴിഞ്ഞു, ഇനി എൻ്റെ പേര് ഇതിലേക്ക് വലിച്ച് ഇഴക്കരുത് എന്ന് അവൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷമാണ് ഇപ്പോഴുള്ള ഒരു വേട്ടാവളിയനെ അവൾ ഫ്രണ്ടായി കൂട്ടിയത്. അതായത് ആൺ സുഹൃത്തായിരുന്നു, പിന്നെ എങ്ങനെയോ ഇവർ ഗർഭിണിയായിപ്പോയി, അത്രയേ ഉള്ളൂ. ആൺ സുഹൃത്താണല്ലോ. അപ്പോൾ അതിനുശേഷമാണ് ഇതൊക്കെ ഇപ്പോഴും പുറത്ത് വന്നിരിക്കുന്നത്. ഏതായാലും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു ചളിവാരി എറിയലും പിന്നെ കുറേ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണീര് കുടിക്കും എന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം എന്താ വെച്ചാൽ പണമാണ് ഇന്നത്തെ ഏറ്റവും വലിയൊരു മുഖ്യം. പണം ഉണ്ടെങ്കിൽ നമുക്ക് പണം ആ നാണക്കേടൊക്കെ തീർത്തിടുമാണ്. അതായത് പണം എത്രയുണ്ടെങ്കിലും അത് വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തും നേടാൻ കഴിയും. ഇപ്പോൾ ഇതിൻ്റെ ജീവിതം നശിച്ചു എന്നോ അല്ലെങ്കിൽ നാളെ ഇതിനെ ആര് കല്യാണം കഴിക്കുന്നു എന്നൊന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ എവിടെ നിന്ന് വേണമെങ്കിലും ചെറുക്കന്മാർ വരും. പക്ഷെ ഒരു കാര്യം ആലോചിക്കേണ്ട എന്താണ്, കുടുംബജീവിതം. അതായത് കുടുംബജീവിതത്തിൽ ഇന്ന് ഡിവോഴ്സുകളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പഠിക്കുമ്പോഴുള്ള മയക്കുമരുന്ന് ഉപയോഗവും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആൺ സുഹൃത്ത് എന്ന് പറയുന്നവന്മാരും ഇവരൊക്കെയാണ് ഇതിൻ്റെയൊക്കെ കാരണക്കാരെന്ന് ഞാൻ പറയുള്ളൂ. അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, താൻ എന്തിനാണോ ഈ ആൺ സുഹൃത്തുക്കളെ മാത്രം ഇങ്ങനെ പറയുന്നതെന്ന്. നമ്മൾ കേൾക്കുന്നത് അതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, നമ്മളിപ്പോൾ ഒരു 10 കേസ് വന്നു കഴിഞ്ഞാൽ ഒരു 8 കേസിലും പ്രതികൾ എന്ന് പറഞ്ഞാൽ ഈ ആൺ സുഹൃത്തുക്കളാണ്. അതായത് ഒരു കുട്ടിയെ കൊണ്ടുപോയിട്ട് കൊലപ്പെടുത്തുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെള്ളച്ചാട്ടത്തിൽ പിന്നെ പകൽ പോലും ആൾക്കാർ അങ്ങോട്ട് പോകാറില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സേഫ് അല്ല. അവിടെ എന്ന് പറഞ്ഞാൽ സ്ത്രീകളെയും കൂട്ടി പോകാൻ തീരെ സേഫ് അല്ല. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മയക്കുമരുന്നും മറ്റേതെല്ലാം കിട്ടുന്ന സ്ഥലമാണ്. അവിടത്തേക്കാണ് ഒന്നും അറിയാത്ത ഒരു പെൺകുട്ടിയെ ഒരു ആൺ സുഹൃത്ത് എന്ന് പറയുന്ന ഒരു കാമുകൻ, ആൺ സുഹൃത്ത് എന്ന പേര്. അപ്പോൾ ഈ കാമുകൻ കൊണ്ടുപോകുന്നത് അവൻ്റെ ബൈക്കിൽ എന്തിനാണ്, നാട് കാണാൻ വേണ്ടി കൊണ്ടുപോയതാണോ? ഒരിക്കലുമല്ല. അവൻ അവിടെ അറിയാം, അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആരും വരില്ല എന്ന് അവന് കൃത്യമായിട്ടറിയാം. അങ്ങനെ ഈ കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ ഈ രാത്രി കാലങ്ങളിൽ പാർട്ടികൾക്ക് കൊണ്ടുപോകുന്ന ഇങ്ങനെ കറങ്ങി നടക്കുന്ന ഒരുപാട് ആൺ സുഹൃത്തുക്കൾ നമ്മുടെ നാട്ടിലുണ്ട്. പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ്, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗർഭം കലക്കലും ഈ ഗർഭിണികളും കൊണ്ടിപ്പോഴെന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പം നിൽക്കാൻ കഴിയാത്തൊരു സ്ഥിതിയാണ്. കാരണം ഇവരുടെ പരാതികൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾ നോക്ക്, ഒരുപാട് വോയിസ് റെക്കോർഡും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞ് ഇങ്ങനെ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് അതിൻ്റെ അകത്തൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് അതിശയമാണ് തോന്നുന്നത്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ മലയാളികളാണ് എന്നുള്ളതാണ്, അതാണ് ആലോചിക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതിൻ്റെയൊക്കെ തള്ളേനെയും തന്തേനെയും എന്ന് പറഞ്ഞാൽ മടല് വെട്ടിയിട്ടടിക്കണം എന്ന് പറയുന്നത്. ഇങ്ങനെ ഓരോരോ ജന്തുക്കളെ ഉണ്ടല്ലോ സൃഷ്ടിച്ചുകൊണ്ട് ഭൂമിയിലേക്ക് വിടുന്നുണ്ടല്ലോ. ഇവിടെ നോക്കാൻ കഴിയില്ലെങ്കിൽ എന്തിനാണോ ഇതിനൊക്കെ പിന്നെ ഇങ്ങനെ കയറൂരി വിടുന്നത്? കയ്യും കാലും തല്ലിച്ച് അവിടെ ചോറ് കൊടുത്തൂടെ? അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. ഇതിലും വലിയ സാധനങ്ങൾ ഇനിയും ഞാൻ ഇറക്കുന്നുണ്ട്. എന്നാൽ കാണാമെന്നല്ലേ.